ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനൽഡയാണ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പിക്കിൾ ഉണ്ടാക്കുന്ന ബിസിനസ് ആകാം, അതല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് റീപാക്ക് ചെയ്യുന്ന ബിസിനസ് ആകാം, കേക്ക് ആകാം, ചോക്ലേറ്റ് ആകാം, വീട്ടിൽ ഓർഡറിനനുസരിച്ച് നമ്മൾ ഊണൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന ബിസിനസ് ആകാം, അതല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ ആകാം. അത്തരത്തിലുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും പേടി വീട്ടിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് കിട്ടുമോ, എന്തൊക്കെയാണ് ലീഗൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. തന്നെ നോക്കാം നമുക്ക് വീട്ടിൽ എന്തെല്ലാം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാമെന്നുള്ളത്. നമുക്ക് നമ്മളുടെ വീട്ടിൽ എല്ലാ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും ചെയ്യാനായിട്ട് സാധിക്കും. 5 HP താഴെ വരുന്ന എല്ലാ മെഷീൻസും നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുകളിലോട്ടുള്ള മെഷീൻ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല വീട്ടിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള യാതൊരു തടസ്സവും നമുക്കില്ല വീട്ടിൽ ഇത്തരത്തിൽ ഫുഡ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എന്ത് പ്രോഡക്റ്റ് ആണ്, അതല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ബിസിനസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചുരുക്കി പറയുകയാണെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക എന്ന് പറയാനായിട്ട് സാധിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ എല്ലാ ലീഗൽ ആയിട്ടുള്ള സൈഡും കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാവും. ആധാർ കാർഡ്, ആളുടെ ഫോട്ടോ, ആളുടെ പാൻ കാർഡ്, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്, എന്ത് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഇത്രയും ഡീറ്റെയിൽസ് നൽകുകയാണെങ്കിൽ നമുക്ക് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റിൽ ഒരു FSSAI നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നമ്പർ പ്രിന്റ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എത്ര ചെറിയ ബിസിനസ് ആയാലും എത്ര വലിയ ബിസിനസ് ആയാലും നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ്. എന്നിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പാക്കർ ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ വെക്കാനായിട്ട് സാധിക്കും. പാക്കർ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വീട് ആരുടെ പേരിലാണോ ആളുടെ കയ്യിൽ നിന്ന് ഒരു NOC വാങ്ങുകയാണ് വേണ്ടത്. NOC എന്ന് വെച്ചാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളുടെ ഈ ഒരു വീട്ടിൽ ബിസിനസ് ചെയ്യാൻ പ്രശ്നമില്ല എന്ന് ഓണർ എഴുതി സൈൻ തരുന്നതാണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പാക്കർ ലൈസൻസും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും പാക്കർ ലൈസൻസും ഉണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് എല്ലാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഹെൽത്ത് കാർഡ് നമുക്ക് ഹെൽത്ത് സെന്ററിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നോ ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും ലീഗൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസിന് ശേഷം നമുക്ക് ഈ ഒരു ബിസിനസ്സിലോട്ട് പോകാവുന്നതാണ്. അടുത്തതായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ റീപാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്രോഡക്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പ്രൈസ്, ന്യൂട്രീഷൻ വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് സംശയം ഉണ്ടാകാം. എവിടെയാണ് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ പ്രൈസ് മാറി മാറി വരാം. തീർച്ചയായിട്ടും ഒരു സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന റേറ്റിലല്ല നമ്മൾ പ്രോഡക്റ്റ് ആമസോണിൽ വിൽക്കുന്നത്. ആമസോണിൽ വിൽക്കുന്ന റേറ്റിലല്ല നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിൽ വിൽക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് വിൽക്കുന്നത്, എങ്ങനെയാണ് വിൽക്കുന്നത് എന്നതിനനുസരിച്ച് പ്രൈസ് മാറി മാറി വരുന്നുണ്ട്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്ത ശേഷം അതിനകത്ത് ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ രേഖപ്പെടുത്തിയ ശേഷം നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ പാക്ക് ചെയ്ത മാർക്കറ്റിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട്, ഇവിടെയെല്ലാം നമുക്ക് നമ്മളുടെ ഫുഡ് ഐറ്റംസ് വിൽക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഫുഡ് ഐറ്റംസ് വിൽക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ച കസ്റ്റമേഴ്സിന് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അച്ചാറ്, ചിപ്സ് ഒക്കെ നമുക്ക് ഇത്തരത്തിൽ നിർമ്മിച്ചിട്ട് നമ്മളുടെ ആമസോണിലൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമുക്ക് നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിലും വിൽക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇത്തരത്തിൽ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിൽ വിൽക്കുന്നത്, എത്ര രൂപ അവർക്ക് നൽകണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് വിറ്റിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ബിസിനസ് ചെയ്ത് വിജയിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. ഞാൻ ഈ ഒരു സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വീട്ടിൽ വളരെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി ഇന്ന് ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന രീതിയിലോട്ട് എത്തിയിട്ടുള്ള ഇവരുടെ ബിസിനസിനെ പറ്റി ജസ്റ്റ് ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത്തരത്തിൽ വീട്ടിൽ വളരെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ച് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചേർന്ന് നിങ്ങൾക്കൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ട്രെയിനിങ്ങിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് തുടങ്ങാം, എന്തെല്ലാം ലൈസൻസ് ആണ് വേണ്ടി വരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ഒരു പാക്കറ്റിൽ പ്രിന്റ് ചെയ്യണം, എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യണം, എങ്ങനെ ന്യൂട്രീഷൻ വാല്യൂ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും എങ്ങനെ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും A to Z ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പ്രോഡക്റ്റ് എങ്ങനെ നിർമ്മിക്കാം, എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം, അപ്പോൾ ഈ 2 ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. തീർച്ചയായിട്ടും ഫുഡ് റിലേറ്റഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകും. ഞങ്ങളുടെ ട്രെയിനിങ് എടുക്കുന്ന മെമ്പേഴ്സിന്റെ ബിസിനസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്ത് തരുന്നുണ്ട്. യൂട്യൂബ് പോസ്റ്റ് വഴിയാണ് പ്രൊമോട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ.